നമസ്കാരം. ഇന്ന് ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചതിൻ്റെ ചരിത്രം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. യഹൂദർക്ക് സ്വന്തമായ ഒരു രാജ്യം എന്ന ആശയം ആദ്യമായി അംഗീകരിച്ചത് ബ്രിട്ടനാണ്. 1917 നവംബർ 17 ബ്രിട്ടൻ ഒരു പ്രഖ്യാപനം നടത്തി. യഹൂദർക്ക് സ്വന്തമായ ഒരു രാജ്യമുണ്ടാകുന്നതിനെ ബ്രിട്ടൻ അംഗീകരിക്കുന്നു. ആ രാജ്യം രൂപീകരിക്കുന്നതിനുള്ള എല്ലാ സഹായങ്ങളും ബ്രിട്ടൻ യഹൂദർക്ക് നൽകും. ഇതായിരുന്നു ആ പ്രഖ്യാപനത്തിൻ്റെ ഉള്ളടക്കം. പ്രഖ്യാപനം നടത്തിയത് ബ്രിട്ടൻ്റെ അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി ആർതർ ബാൽഫറാണ്. അതുകൊണ്ട് ബാൽഫർ പ്രഖ്യാപനം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ബാൽഫർ പ്രഖ്യാപനം നടത്തുമ്പോൾ അതിനൊരു കാരണമുണ്ട്. ഒന്നാം ലോകമഹായുദ്ധങ്ങളിൽ ബ്രിട്ടൻ ജയിച്ചു. ബ്രിട്ടൻ്റെ അത്യാധുനിക ബോംബുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞില്ല. ഒരർത്ഥത്തിൽ ബോംബുകളാണ് ബ്രിട്ടനെ രക്ഷിച്ചത്. ഈ ബോംബുകൾ നിർമ്മിച്ചതാകട്ടെ യഹൂദനായ ഡോക്ടർ ഷെയിം വൈസ്മാൻ ആണ്. യുദ്ധം ജയിച്ച ബ്രിട്ടൻ എന്തു പ്രത്യുപകാരമാണ് നൽകേണ്ടതെന്ന് ഡോക്ടർ ഷെയിം വൈസ്മാനോട് ചോദിച്ചു. യഹൂദർക്ക് സ്വന്തമായൊരു രാജ്യമുണ്ടാക്കാൻ സഹായിക്കണമെന്നായിരുന്നു ഡോക്ടർ ഷെയിം വൈസ്മാൻ്റെ അഭ്യർത്ഥന. ബ്രിട്ടൻ ഈ അഭ്യർത്ഥന സ്വീകരിച്ചത് ബാൽഫർ പ്രഖ്യാപനം നടത്തിക്കൊണ്ടായിരുന്നു. ലോകമെങ്ങും ചിതറിക്കിടക്കുന്ന ഇസ്രായേൽക്കാർക്ക് ഏറ്റവും ദുരിതം പിടിച്ച കാലമായിരുന്നു 19-ാം നൂറ്റാണ്ട്. ഇക്കാലത്ത് യഹൂദർ വ്യാപകമായ പീഡനങ്ങൾക്ക് ഇരയായി. ഒന്നാം ലോകമഹായുദ്ധത്തിനു ശേഷം ജർമ്മനിയിൽ യൂത പീഡനം ആരംഭിച്ചു. ഹിറ്റ്ലർ ആയിരുന്നു ഇതിൻ്റെ സൂത്രധാരൻ. ലോകം കണ്ട ഏറ്റവും വലിയ യൂത വിരോധിയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. യഹൂദന്മാരുടെ കടകൾ ബഹിഷ്കരിക്കുവാനും അവരെ ആഘോഷങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനും ജർമ്മൻകാരോട് ഹിറ്റ്ലർ ആവശ്യപ്പെട്ടു. കുപ്രസിദ്ധമായ നൂറംബർഗ് നിയമങ്ങളിലൂടെ യഹൂദ പീഡനത്തിന് ഹിറ്റ്ലർ തുടക്കമിട്ടു. 1935 സെപ്റ്റംബർ 15 ജർമ്മനിയിൽ നൂറംബർഗ് നിയമങ്ങൾ ഹിറ്റ്ലർ പ്രഖ്യാപിച്ചു. ഹിറ്റ്ലറുടെ നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ഈ നിയമങ്ങൾ തയ്യാറാക്കിയത്. ഈ നിയമമനുസരിച്ച് ജർമ്മൻകാരും യഹൂദരും പരസ്പരം വിവാഹം ചെയ്യാൻ പാടില്ല. നിയമമനുസരിച്ച് യഹൂദന്മാർക്ക് ജർമ്മൻ പൗരത്വം നഷ്ടമായി. സർക്കാർ ജോലികളിലൊന്നും യഹൂദന്മാരെ പ്രവേശിപ്പിച്ചില്ല. നൂറംബർഗ് നിയമങ്ങൾ യഹൂദ വിരോധത്തിൻ്റെ തുടക്കം മാത്രമായിരുന്നു. യഹൂദന്മാരുടെ സ്വത്ത് തട്ടിയെടുത്തതിനു ശേഷം അവരെ തടങ്കൽ പാളയങ്ങളിലേക്ക് കൊണ്ടുപോയി. യഹൂദന്മാരെ കൂട്ടമായി പാർപ്പിക്കുന്ന അനേകം തടവറകൾ